എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് വന്നിട്ടുള്ളത് ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളെക്കുറിച്ച് സംസാരിക്കാനാണ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ശ്രുതിയുടെ അമ്മയെയും മകനെയും കാണാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. രേവതി സച്ചിയോട് പറയാണ്, സച്ചിയേട്ടാ, നമുക്കൊന്ന് ആ പയ്യൻ്റെ വീട്ടിൽ പോയാലോ? ആ പയ്യനെ അവൻ്റെ മുത്തശ്ശീനെയും കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ. അവന് കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നമുക്കൊന്ന് അവനെ കാണാൻ പോയാലോ എന്ന് ചോദിക്കുകയാണ് രേവതി. അപ്പോൾ സച്ചി പറയാണ്, ഇല്ല രേവതി, എനിക്കിന്ന് തീരെ ടൈമില്ല, എനിക്കിന്ന് ട്രിപ്പുണ്ട്, അതുകൊണ്ട് നീ പൊക്കോ, നിന്നെ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറയാണ്. അങ്ങനെ ആ ദിവസം സച്ചി രേവതിക്ക് സ്വീറ്റ്സും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്ത് ആ പയ്യൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് സച്ചി തന്നെയാണ് രേവതീനെ അവിടെ കൊണ്ടുപോയി ആക്കുന്നത്. പോകുന്ന വഴിക്ക് സച്ചി രേവതിയോട് പറയുന്നുണ്ട്, രേവതി, നീ അവന് ആവശ്യമുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുക്കണം. അവനോട് നന്നായി പഠിക്കാൻ പറയണം. അവൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് വരണേ. എനിക്കിന്ന് ലീവാക്കാൻ പറ്റാത്തത് കാരണമാണ്, ഇല്ലെങ്കിൽ ഞാനും കൂടെ വന്നേനെ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതിനെന്താ സച്ചേട്ടാ, അവന് വേണ്ടതെല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. എന്നിട്ട് സച്ചി രേവതിയെ അവിടെ ഇറക്കിയിട്ട് പോവാണ്. രേവതിയാണെങ്കിൽ ആ പയ്യൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പോകുമ്പോൾ അകത്തുനിന്ന് ആരുടെയോ സംസാരം കേൾക്കുന്നുണ്ട്. അപ്പോൾ രേവതി വിചാരിക്കുന്നുണ്ട്, നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ ഇത് എന്ന് പറഞ്ഞ് രേവതി കുറച്ച് അപ്പുറത്ത് മാറി നിന്ന് നോക്കുകയാണ്. എന്നിട്ട് ജനലിൻ്റെ ഉള്ളിലൂടെ രേവതി അകത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോഴാണ് കാണുന്നത് ശ്രുതി അവിടെ അവൻ്റെ മുത്തശ്ശിയോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ രേവതി വിചാരിക്കുകയാണ്, ഇതെന്താ ശ്രുതി ഇവിടെ? ശ്രുതിക്ക് ഇവരെ എങ്ങനെ അറിയാം? ഇവരും ശ്രുതിയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് രേവതി. എന്നിട്ട് രേവതി അവരുടെ സംസാരം കേൾക്കാൻ വേണ്ടി അവിടെ മറഞ്ഞു നിൽക്കുകയാണ്. മുത്തശ്ശി പറയുന്നുണ്ട് ശ്രുതിയോട്, നീ ഇനിയെങ്കിലും നിൻ്റെ മകൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഉത്തരവാദിത്തം കാണിക്കണം. അവൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക, നീ എവിടെ, നീ എവിടെ എന്ന്. എനിക്ക് അവനെ ഇനിയും പറഞ്ഞ് നിർത്താൻ കഴിയില്ല. പിന്നെ എൻ്റെ കാര്യമൊന്ന് ആലോചിച്ചു നോക്ക്, എൻ്റെ ആയുസ് തീരാറായി. നിനക്കറിയില്ലേ, എനിക്ക് ഒട്ടും വയ്യ. 2 ദിവസം മുന്നേ ചെക്കപ്പ് ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നിനക്കറിയോ? നീ ഒന്ന് എന്നെ വിളിച്ചത് അന്വേഷിച്ചായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുകയാണ്, അമ്മേ, ഞാൻ ആകെ തിരക്കിലായിപ്പോയി, അവിടുത്തെ പ്രശ്നങ്ങളൊന്നും അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ എന്ന് പറയാണ്. ഇത് കേൾക്കുന്നതും രേവതി ആകെ ഷോക്കാവുകയാണ്. അമ്മയോ, ശ്രുതിയുടെ അമ്മയാണോ ഇത് എന്ന് ചിന്തിക്കുകയാണ് രേവതി. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് അവിടെ അത്രയും തിരക്കാവുക കാരണമാണ് ഞാൻ വിളിക്കാതിരുന്നത്. എന്താ റിസൾട്ടിൽ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്, എനിക്ക് ക്യാൻസറാണ് മോളെ, അത്രയും ലാസ്റ്റ് സ്റ്റേജിലെത്തിയാണ് നിൽക്കുന്നത്. ഇനി എത്ര ദിവസമുണ്ടെന്ന് പോലും അറിയില്ല. എൻ്റെ പേടി അതൊന്നുമല്ല, എനിക്കെന്തേലും പറ്റിക്കഴിഞ്ഞാൽ ഇനി നിൻ്റെ മോൻ ആരാ ഉള്ളത്? ഇതെല്ലാം കേൾക്കുന്ന രേവതി ആകെ ഷോക്കായി നിൽക്കുകയാണ്. അമ്മയോ, ഇത് ശ്രുതിയുടെ അമ്മയും അതും മകനുമാണെന്നോ, എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്ന് പറയാണ് രേവതി. അപ്പോൾ സച്ചേട്ടൻ ഇവളെക്കുറിച്ച് പറഞ്ഞതെല്ലാം സത്യമായിരുന്നോ? ഇവൾ അത്രയും വലിയ ഫ്രോഡായിരുന്നോ? ഇവൾക്ക് ഒരു കുഞ്ഞും ഒരു അമ്മയും ഒക്കെ ഉള്ള കാര്യം എന്തിനാ ഇവളെല്ലാവരും ഒന്നും മറച്ചു വെച്ചത്? ഒരു കുഞ്ഞുണ്ടായിട്ടും ഇവൾ ശ്രുതിയെ കല്യാണം കഴിച്ചത്? ഇത് വല്ലതും അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാവും വീട്ടിൽ എന്നെല്ലാം ചിന്തിക്കുകയാണ് രേവതി. അമ്മയാണെങ്കിൽ ഇവളെ തലയിലെടുത്ത് വെച്ചല്ലേ നടക്കുന്നത്. ഇതെല്ലാം അമ്മയെ അറിയിച്ചിട്ട് തന്നെ കാര്യം, ഇവളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവർ സംസാരിക്കുന്നതെല്ലാം വീഡിയോ എടുക്കുകയാണ് രേവതി. അമ്മയ്ക്ക് ക്യാൻസർ ആണെന്നറിയുന്ന ശ്രുതി ആകെ സങ്കടത്തിലാവുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അയ്യോ, എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണോ? എനിക്കത് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല അമ്മേ. ഇത്രയും നാളും അപ്പം എന്താ ഇത് അറിയാതിരുന്നത്?
എനിക്കിനി അമ്മയെ ഇല്ലാണ്ടാവുമെന്നാണോ എന്ന് പറഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയാണ് ശ്രുതി. അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്, നീ വിഷമിക്കാതിരിക്കുക, എൻ്റെ കാര്യമല്ല ഇപ്പം നീ എൻ്റെ കാര്യം ആലോചിക്ക്. അവനെ നീ കൊണ്ടുപോകുമോ നിൻ്റെ കൂടെ? അല്ലെങ്കിൽ അവൻ തനിച്ചായി പോവും. അവൻ്റെ അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലല്ലോ. ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവൻ്റെ കയ്യിലെങ്കിലും ഏൽപ്പിക്കായിരുന്നു. ഇതിപ്പോൾ നീയല്ലാതെ അവന് വേറെ ആരും ഇല്ല എന്ന് പറയാണ് ശ്രുതിയുടെ അമ്മ. അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ. ഈ വിവരമെങ്ങാനും ശ്രുതിയുടെ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ അവരവിടെ നിർത്തുമെന്ന് തോന്നുന്നുണ്ടോ? എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ പോലും അവർ മടിക്കില്ല എന്ന് പറയാണ് ശ്രുതി. ഞാനൊരു കാര്യം ചെയ്യാം, ഒരു വീട് റെൻറ്റിനെടുക്കാം, എന്നിട്ട് അവിടെ നിർത്താം ഇവനെ നോക്കാനായിട്ട് ഒരു സെർവൻറ്റിനെയും വെക്കാം. അത് എനിക്കിപ്പോൾ ചെയ്യാൻ കഴിയൂ. എന്നാലും ഞാൻ ഇവനെ അനാഥാലയത്തിലൊന്നും കൊണ്ടുപോയി ആക്കില്ല എന്ന് പറയുന്നുണ്ട് ശ്രുതി. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന രേവതി വിചാരിക്കുകയാണ്, ഇത് സച്ചേട്ടനോട് എത്രയും പെട്ടെന്ന് പറഞ്ഞേ പറ്റൂ. സച്ചേട്ടൻ അറിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതിരിക്കില്ല. ഇവളുടെ കള്ളത്തരം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് രേവതി എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഇവിടെ രേവതി ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ ശ്രുതി അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. രേവതി സച്ചിയുടെ അടുത്ത് ചെന്ന് ഈ വീഡിയോ കാണിക്കുകയാണ്. സച്ചിയേട്ടാ നോക്ക്, ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. നമ്മളൊന്നും ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമാണ് ഇതിലുള്ളത്. ശ്രുതി അവൾ നമ്മൾ വിചാരിച്ച പോലെയല്ല, ശരിക്കും അവളൊരു ഫ്രോഡ് തന്നെയാണ് എന്ന് പറഞ്ഞ് ഈ വീഡിയോ സച്ചിയെ കാണിക്കുകയാണ് രേവതി. ആ വീഡിയോ കണ്ടതിന് ശേഷം സച്ചി പറയുകയാണ് രേവതിയോട്, രേവതി ഈ കാര്യം നമുക്ക് എത്രയും പെട്ടെന്ന് അമ്മയെ അറിയിക്കണം. അവളൊരു പെരും കള്ളിയാണ്. ഒരു കുഞ്ഞുണ്ടായിട്ടാണോ അവൾ ശ്രുതിയെ കല്യാണം കഴിച്ചത്? ഇത് അമ്മയെ എത്രയും പെട്ടെന്ന് അറിയിക്കണം. അമ്മ അവളെ തലക്കയറ്റി വെച്ചില്ലേ നടക്കുന്നത്. എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലെത്തണം രേവതി എന്ന് പറഞ്ഞ് അവർ വേഗം വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തിയതും സച്ചി എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയാണ് സച്ചി. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്താടാ നിൻ്റെ ഉദ്ദേശം? നിനക്ക് എപ്പോഴും ഈ വീട്ടിൽ വഴക്കുണ്ടാക്കാതെ സമാധാനം ഉണ്ടാവില്ല അല്ലേ എന്ന് പറയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതേ ഞാനല്ല, നിങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ വീട്ടിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം നിങ്ങളെ കൊണ്ടുവന്നില്ലേ നിങ്ങളുടെ മകനൊരു മരുമകളെ, വലിയ കോടീശ്വരിയായ മരുമകളെ. അവളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അവൾക്കൊരു കുഞ്ഞുള്ളതാ. നീ എന്തൊക്കെ ഭ്രാന്താ ഈ വിളിച്ചു പറയുന്നേ? നിനക്ക് എന്തും പറയാനായിട്ടുണ്ട് സച്ചി എന്ന് പറയാണ് ചന്ദ്ര. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നിങ്ങളാരും വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ അതിനുള്ള തെളിവും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് വീഡിയോ എല്ലാവരെയും കാണിക്കുകയാണ് സച്ചി. എന്നിട്ട് എല്ലാവരും ആ വീഡിയോ കാണുകയാണ്. ശ്രുതി ആ മകനെ ആദിമോനെ കെട്ടിപ്പിടിച്ച് കരയുന്നതും അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നതുമെല്ലാം ആ വീഡിയോയിൽ എല്ലാവരും കാണുകയാണ്. ഇത് കാണുന്ന ശ്രുതി ഇതെങ്ങനെ സച്ചിക്ക് കിട്ടി, ഇതെങ്ങനെ ഈ വീഡിയോ അവൻ്റെ കയ്യിൽ വന്നു എന്ന് ആലോചിക്കുകയാണ്. ആ വീഡിയോ കണ്ടതും ചന്ദ്രമതിക്ക് തല കറങ്ങുകയാണ്. ചന്ദ്രമതി വീഴാനായി പോവുകയാണ്. അത് കാണുന്നതും ഓടി വന്ന് പിടിക്കുകയാണ് രവി. ഇനി എന്താണ് ഉണ്ടാവുക? ഈ ശ്രുതിയെ വീട്ടിൽ നിന്ന് പുറത്താക്കുമോ ചന്ദ്ര എന്നുള്ള വിവരങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ അറിയാവുന്നതാണ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിലേ അടുത്ത ഭാഗം നിങ്ങൾക്ക് കാണാൻ കഴിയൂ. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.